ഹായ് ഹലോ ഇന്നത്തെ വർക്കിംഗ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കേട്ടോ. അപ്പോൾ വിച്ചു സ്റ്റേണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എന്നും ഡ്യൂട്ടിക്ക് ബസ്സിലാട്ടോ പോകാറുള്ളത്. ആദ്യം കുന്നംകുളം സ്റ്റാൻഡിലെത്തും. ഇവിടുന്ന് വേറെ ബസ് മാറിക്കാരണം കേട്ടോ. കുന്നംകുളം സ്റ്റാൻഡ് ഇപ്പോൾ കാണാൻ അടിപൊളിയാണ്. ഗുരുവായൂർ സ്റ്റാൻഡിൻ്റെയും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിയുമ്പോൾ അറിയാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. അടിപൊളിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ തൃശ്ശൂർ ബസ് മാറിക്കയറി നമ്മൾ ഹോസ്പിറ്റലിൽ അവിടെ ഇറങ്ങി പഞ്ചേരി സൈൻ ചെയ്യാനപ്പോൾ നമ്മൾ തസ്നേനെ യാദൃശ്ചികമായി കണ്ടുമുട്ടി ഗൈസ്. അങ്ങനെ അവളായിട്ട് ഞാൻ എക്കോ റൂമിൽ കയറി. എന്നിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു കോട്ട് എടുത്തിട്ടോ. കോട്ട് എടുത്തിട്ട് എവിടുന്നോ ഒരു കോൺഫിഡൻസ് അങ്ങനെ കയറി വരും, വെറുതെ പറഞ്ഞാട്ടോ. പിന്നെ TMT മെഷീൻ കുറച്ച് നേരം ഇങ്ങനെ റൺ ചെയ്ത് നോക്കട്ടെ. എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ ബയോമെഡിക്കൽ റിപ്പോർട്ട് ചെയ്യണം. കുഴപ്പമൊന്നുമില്ലാണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു A4 ഷീറ്റ് എടുത്തിട്ട് ഡേറ്റ് ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ നമ്പേഴ്സ് എഴുതി വെക്കും കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കോ കുറേ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാനാണ്. ഇതൊക്കെ രാവിലെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് വേണ്ടി ഓടി നടക്കണ്ടല്ലോ. അതിനുശേഷം നേരെ OP ക്ക് ചെന്നു കേട്ടോ. അവിടെ നമ്മുടെ ആദില ഉണ്ടായിരുന്നു. അപ്പോൾ അതിലോട് കുറച്ച് നേരം കത്തി അടിച്ചിരിക്കാമെന്ന് കരുതി അവിടെ കയറിയതാട്ടോ. അവൾ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് പോസ്റ്റൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മുടെ അടുത്ത് A4 ഷീറ്റ് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് ബുക്ക് എടുത്തിട്ട് നേരെ ഓഫീസിൽ പോകട്ടെ A4 ഷീറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് ടെസ്റ്റയുടെ കൂടെ ഇന്ത്യൻ കോഫി ഹൗസിലൊന്ന് പോകേണ്ട ആവശ്യമുണ്ട്. കാരണം അവളിപ്പോൾ ഹോസ്റ്റലർ ആയതുകൊണ്ട് തന്നെ ഫുഡൊക്കെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കേട്ടോ പുറത്തുനിന്നാണ് വാങ്ങാറുള്ളത്. ഉച്ചത്തേക്കുള്ള ഫുഡ് ഞാൻ കൊണ്ടുവരും കേട്ടോ. അങ്ങനെ ഞാൻ കോഫി കുടിക്കുകയാണ്. നോർമലി ഞാൻ കോഫി മാത്രം കുടിക്കാറുള്ളൂ കേട്ടോ. ഇന്നെന്തോ എനിക്ക് കട്ട്ലേറ്റ് കൂടി കഴിക്കാൻ തോന്നിയിട്ട് കട്ട്ലേറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. സാധാരണ ഞാൻ വീട്ടിൽ നിന്നൊന്നും കഴിക്കാൻ വേണ്ടി വരുന്ന ദിവസമാണെങ്കിൽ ഞാൻ ഇവിടുന്ന് ദോശയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാറുണ്ട് കേട്ടോ. ഞാൻ എപ്പോൾ ഈ ഒരു കോഫി കപ്പിൽ കോഫി കുടിച്ചാൽ ലിപ്സ്റ്റിക് തന്നെ ആവട്ടെ. നമുക്ക് ഗേൾസിനൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ലേ. കോഫി കപ്പ് അതേപോലെ ജ്യൂസ് കുടിച്ചതിൻ്റെ സ്ട്രോയിലൊക്കെ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഉണ്ടാവും. ആരൊക്കെ എന്തോ ഒരു ഓക്വേർഡ് ഫീൽ ഉണ്ടായിരുന്നു. ഇപ്പം വലിയ കുഴപ്പമില്ല കേട്ടോ, യൂസ്ഡ് ആയാലോ. അങ്ങനെ ഞാൻ കട്ട്ലേറ്റ് വാങ്ങിയിട്ടുണ്ട്. കട്ട്ലേറ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ കട്ട്ലേറ്റ് എനിക്ക് വലിയ ഇഷ്ടമായില്ല കേട്ടോ. നോർമലി കട്ട്ലേറ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാവാറുള്ളതാണ്. ഇന്നത്തെ എനിക്കെന്തോ അത്ര എക്സ്പെക്റ്റേഷൻ്റെ ആ ലെവലനുസരിച്ച് എത്തിയില്ല. കോഫി അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിങ്ങനെ ഇരുന്നു. ടെസ്റ്റ് കുറേ നേരമായിട്ട് ഒരു ദോശയും പിടിച്ചിരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം ഞങ്ങൾ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ട് അവിടെ നിന്ന് മെല്ലെ എക്കോ റൂമിലേക്ക് ചെന്നു കേട്ടോ. എക്കോ റൂമിൽ ചെന്നപ്പോൾ ഒരു 6-7 എക്കോ എടുക്കാണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വിശദമായിട്ട് റിപ്പോർട്ടൊക്കെ അടിച്ചു കൊടുത്തു. ഒന്ന് കുറച്ച് നേരം സമാധാനമായിട്ട് ഞാനിങ്ങനെ കസേരയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ടെസ്റ്റ് മേഡം അവിടെ ഹോൾട്ടൻ്റെ റിപ്പോർട്ട് എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഹോൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 24 മണിക്കൂർ നമ്മുടെ മേത്തൊരു മെഷീൻ വെച്ചിട്ട് ECG നോക്കുന്ന ടെസ്റ്റാണ്. 3 ദിവസത്തിൻ്റെ ഒക്കെ ഉണ്ട്. നമ്മുടെ ഇവിടെ 1 ദിവസത്തിൻ്റെ ആട്ടോ ഉള്ളത്. അങ്ങനെ അതിൻ്റെ റിപ്പോർട്ട് ണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പുറത്ത് പോയി കുറച്ച് ഷീറ്റ്സ് കട്ട് ചെയ്യാൻ. ഈ ഷീറ്റ്സ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേഷ്യൻസ് എക്കോ ചെയ്ത് കഴിഞ്ഞാൽ മേത്ത് ജെല്ലാവില്ല. അപ്പോൾ അവർക്ക് തുടക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിങ്ങനെ കുഞ്ഞു ഷീറ്റ്സും വെട്ടി വെക്കും. പിന്നെ വലിയ ഷീറ്റ് ഉണ്ട് കേട്ടോ. വലിയ ഷീറ്റ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻസ് ബെഡിൽ കിടക്കുമ്പോൾ നമ്മുടെ ബെഡിൽ വിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഓരോ പേഷ്യൻസിനും മാറ്റി മാറ്റി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇതിങ്ങനെ ഒരു 10-20 എണ്ണം കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് ഓടി നടന്ന് കട്ട് ചെയ്യേണ്ടി വരില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ബൾക്കായിട്ട് തന്നെ ഞാൻ കട്ട് ചെയ്ത് വെക്കും കേട്ടോ. അങ്ങനെ ആ ഒരു പരിപാടി കഴിഞ്ഞ് ഒരു സാറ് 2 മണിയായപ്പോഴേക്കും പോയിട്ടോ. സാറിന്ന് കുറച്ച് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് നേരത്തെ ഫുഡ് കഴിക്കാൻ പറ്റി. ഫുഡിന് നിന്ന് നമുക്ക് എന്തായിരുന്നു, ചോറുണ്ടായിരുന്നു, ഉണക്കപ്പയർ ഉപ്പേരി ഉണ്ടായിരുന്നു, മാന്തൽ വറുത്തുണ്ടായിരുന്നു. എൻ്റെ ഫുഡ് നേരത്തെ കഴിച്ചായിരുന്നു. അപ്പോൾ തസ്നത ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ചോറ് കഴിച്ചാൽ എന്തെങ്കിലുമൊക്കെ ഒരു മധുരം കഴിക്കാൻ എപ്പോഴും ആഗ്രഹം വരും കേട്ടോ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഹോസ്പിറ്റലിൽ ഉള്ളിൽ തന്നെ ഒരു ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട്. അവിടെ പോയിട്ട് ഒരു ഡയറി മിൽക്ക് വാങ്ങിച്ച് കഴിച്ചു. ഇന്ന് നേരത്തെ OP തീർന്നു കേട്ടോ. 3:45 അങ്ങോട്ടായപ്പോൾ OP തീർന്നു. പക്ഷേ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഒരു 4:45-5 മണിക്ക് ആയിട്ടോ. നമ്മുടെ തൊട്ടപ്പുറത്തുള്ള മാപ്കോയിൽ പോയി ഒരു കോഫിയും പപ്സുമാണ് ഞാൻ കഴിച്ചത്. ഈ ചേട്ടൻ എനിക്ക് എപ്പോഴും ഹായ് തരാറുണ്ട്. അങ്ങനെ ഇന്നും ഹായ് തന്നു. അത് കഴിഞ്ഞ് നമ്മൾ കോഫിയും പപ്സൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ അത് വീട്ടിലോട്ട് പോകണ വയ്ക്കുള്ളൊരു ശിവക്ഷേത്രമാണ്. തലക്കോട്ടുകര ശിവക്ഷേത്രം കേട്ടോ. അത് എനിക്ക് എപ്പോഴും പോകണമെന്ന് ആഗ്രഹമുള്ളൊരു അമ്പലമാണ്. പക്ഷേ ഞാൻ അതുവരെ പോയിട്ടില്ല കേട്ടോ. ഇതിന് മുമ്പിൽ വലിയൊരു ശിവൻ്റെ പ്രതിഷ്ഠ ഉണ്ട് കേട്ടോ. ഞാൻ എപ്പോഴേലൊക്കെ ഒന്ന് കാണിച്ചു തരാം. കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ പോകണ വഴി കുറച്ച് പച്ചക്കറി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെളുത്തുള്ളി വെച്ച് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു കുട്ടി എനിക്ക് ഓടി വന്ന് തന്നതാട്ടോ. മറന്നു വെച്ചത് ചേച്ചി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അതുമായിട്ട് ഞാൻ വീട്ടിലോട്ട് നടക്കാം കേട്ടോ. ഇന്ന് അനിയനെ എറണാകുളത്ത് ജോലി ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക, അവൻ വിളിക്കാൻ വേണ്ടി വരാത്തതുകൊണ്ട് നടന്നിട്ടാണ് വീട്ടിലേക്ക് പോകേണ്ടി വന്നത്. ഒരു 10 മിനിറ്റ് നടന്നാൽ മതി കേട്ടോ വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ നടന്ന് വീട്ടിലോട്ട് എത്തിയിട്ടോ. വീട്ടിൽ നമ്മുടെ ബോഗൻവില്ലാസൊക്കെ ഇങ്ങനെ ഫ്ലവർ ചെയ്ത് നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ്. അപ്പോൾ നമ്മൾ ഈ ബോഗൻവില്ലയ്ക്ക് ഡെയിലി കുറച്ച് വെള്ളം വെച്ചാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറേ വെള്ളം ഒഴിച്ചു കൊടുത്താൽ ചിലപ്പോൾ ചീഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ വരുമ്പോഴേക്കും അമ്മ അവിടെ ഫോണിൽ എന്തൊക്കെയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇതാട്ടോ നമ്മുടെ താഴെയുള്ള ഗാർഡൻ. ഈ ഒരു സ്റ്റാൻഡ് അച്ഛൻ ഏതോ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത് വെച്ചിട്ടുള്ള കേട്ടോ. നമ്മളിങ്ങനെ നിരത്തി വെച്ച് കഴിഞ്ഞാൽ കുറേ സ്ഥലം പോയ പോലെ തോന്നും. ഇങ്ങനെ ഈ സ്റ്റാൻഡിൽ വെക്കുമ്പോൾ നമുക്ക് കുറേ സ്ഥലം കിട്ടിയ പോലെയും തോന്നും കേട്ടോ. അപ്പോൾ അങ്ങനെ സ്ഥലക്കുറവുള്ളവർക്കൊക്കെ ഇങ്ങനത്തെ സ്റ്റാൻഡ് വാങ്ങി യൂസ് ചെയ്താൽ മതി. പിന്നെ ഞാൻ മുകളിലോട്ട് നോക്കിയപ്പോൾ അതാ കുറേ മയിലുകൾ നിൽക്കണു. മുമ്പ് മയിലുകൾ വരാറുണ്ട്, പക്ഷെ കുറേ നാളായിട്ട് കണ്ടില്ല കേട്ടോ. ഇതിനൊക്കെ ഭയങ്കര വെയിറ്റാണ്. കണ്ടില്ല, ഓലൊക്കെ അങ്ങനെ താഴോട്ട് പോവുകയാണ്. ഇവർ പറന്നിട്ട് നമ്മുടെ ടെറസിൻ്റെ മുകളിലേക്ക് പോകും കേട്ടോ. അവിടെ നമ്മുടെ മുന്തിരി വള്ളിയും പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളിയൊക്കെ ഉണ്ട്. അതൊക്കെ ഇവർ ഒടിച്ചിടാറുണ്ട്. സാധാരണ പറത്തി വിടാറാണ് ചെയ്യാറ്. ഇന്നെന്തോ മോളിൽ കയറി പറത്തി വിടാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് അവിടെ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് കാണിക്കട്ടെ വിചാരിച്ചു. ഒരു 3-4 ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം പുറത്തുനിന്ന് ചുറ്റുമൊക്കെ ഒന്ന് നടന്ന് നോക്കിയതിന് ശേഷം നേരെ ഉള്ളോട്ട് കയറിയിട്ട് അപ്പോൾ അമ്മ ഊത്തപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ച് ഞാൻ ഓൾറെഡി കോഫി കുടിച്ചതാണെങ്കിലും അമ്മ ഇനി ഉണ്ടാക്കി കൊടുന്ന് വരുമ്പോൾ
നമ്മൾ എങ്ങനെയാണ് കഴിക്കാണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങളുടെ TV കണ്ടുകൊണ്ട് ഊത്തപ്പവും ചായയും കുടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛൻ ഷൊർണ്ണൂർ ഇപ്പോൾ ബിസിനസ്സായിട്ട് അങ്ങോട്ട് അവിടെയാണ് നിൽക്കാറുള്ളത്. ഇപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ 2 തവണയൊക്കെയായിട്ട് വരുള്ളൂ. അച്ഛൻ വന്നപ്പോൾ നമുക്ക് ഡാർക്ക് ഫാൻറ്റസിയും കൊക്കുവടയും അലുവയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല അലുവയായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. പിന്നെ ഇതാ കുറേ ഇടിച്ചക്ക കൊടുത്തിട്ടുണ്ട്. ഇടിച്ചക്ക പച്ച എല്ലാ പ്രാവശ്യം വരുമ്പോൾ ഒരു 6-7 എണ്ണം കൊണ്ടുപോയിട്ട് നമ്മളിത് നൈബേഴ്സിനൊക്കെ കൊടുക്കും. എന്നാലും ഇടിച്ചക്ക ഉപ്പേരി കഴിച്ചു മടുത്തു ഗൈസ്. അത് കഴിഞ്ഞിരിക്കാന്ന് സമാധാനിച്ചിരിക്കുമ്പോഴേക്കും അച്ഛൻ അടുത്ത ട്രിപ്പായിട്ട് വരും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ ചെടികളെയൊക്കെ നോക്കാൻ പോയിട്ടോ. ഈ ഒരു ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറച്ച് ദിവസം കുറച്ച് വളം ഇട്ട് കൊടുത്തു കേട്ടോ. അതിനുശേഷം ഇതിങ്ങനെ ചീനി വരാൻ തുടങ്ങി, എന്താണെന്നറിയില്ല, ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ മോളി കയറി ഒന്ന് കുളിച്ചു കേട്ടോ. ഈ കാണുന്ന 3rd സ്റ്റഡ് ഉണ്ടല്ലോ, എപ്പോഴും ഞാൻ കുളിച്ച് കഴിയുമ്പോൾ കാണാണ്ടായി പോവും. സ്വർണ്ണക്കമ്മിൽ ഇടാൻ വെച്ച് കഴിഞ്ഞാൽ പഴുക്കുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ സ്റ്റഡ് കുറേ വാങ്ങിക്കിട്ടോ. പ്രിയങ്കയെ പോയ ഇങ്ങനത്തെ സ്റ്റഡിനൊരു 10 രൂപയ്ക്കുള്ള 3 സ്റ്റഡ് കൂടി ഒരുമിച്ച് തരുന്ന ഒരു പാക്ക് ഉണ്ടല്ലോ, അത് വാങ്ങാറുണ്ട്. ഞാൻ ഒരു 1.5 മാസം വാങ്ങിയ ഒരു കുഞ്ഞ് കലണ്ടർ ആട്ടോ ഇത്. എനിക്ക് പക്ഷേ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. നമുക്കിങ്ങനെ ഡേറ്റ്സ് ഉണ്ടെങ്കിൽ മാർക്ക് ചെയ്ത് വെക്കാനും നോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എഴുതി വെക്കാനും അടിപൊളിയാണ്. പിന്നെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ടാവും കേട്ടോ. പിന്നെ ആ ഒരു ഫ്രെയിം എൻ്റെ ഫ്രണ്ട് കൊടുന്ന കേട്ടോ. ഒരു 1.5 മാസം മുമ്പ് തന്നെ, 1.5 മാസമല്ല, ഒരു 2-3 മാസമായിട്ട് അവൾ വന്നപ്പോൾ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അവൾ ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചോറ് കഴിച്ചു, സാമ്പാർ, ഉണക്കപ്പയർ ഉപ്പേരി, ബുൾസൈ ഉണ്ടായിരുന്നു, പിന്നെ മാന്തൽ വറുത്തൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കഴുകി വെച്ചു. പിന്നെ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു കേട്ടോ. ഇത് കഴിഞ്ഞ ദിവസം വാങ്ങിയ ടെൻഡർ കോക്കനറ്റിൻ്റെ ഐസ്ക്രീം ആയിരുന്നു. അച്ഛൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അച്ഛനെ കൊണ്ടുപോയി കൊടുക്കാമെന്ന് കരുതി. എനിക്ക് എന്തോ ഐസ്ക്രീം കഴിക്കാൻ ഒരു മൂഡ് ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ ഞാൻ അച്ഛൻ കൊടുക്കുന്ന ഡാർക്ക് ഫാൻറ്റസി കഴിച്ചു. ഇനി ഉറങ്ങാൻ പോകണേനുള്ള കുറച്ച് സ്കിൻ കെയർ ആട്ടോ. ആദ്യം തന്നെ ലോറിയലിൻ്റെ ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ വരുന്ന ഒരു ബ്രൈറ്റനിങ് സെറാണ്, അത് തേച്ചു. അപ്പോൾ നമ്മൾ കുറച്ച് ഡ്രോപ്സ് ആക്കി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് തേക്കുള്ളൂ കേട്ടോ. രാവിലെയും രാത്രി ഞാൻ കുറച്ച് വെച്ച് തേക്കും. പിന്നെ അതിനുശേഷം ഇത് ഡീകൺസ്ട്രക്റ്റിൻ്റെ ഒരു ലിപ് ബാം ആണ് കേട്ടോ. ചെറുതായിട്ടൊരു സ്ക്രബിൻ്റെ എഫക്റ്റൊക്കെയാണ് നമ്മൾ ഈ ഒരു ലിപ് ബാം തേച്ച് കഴിഞ്ഞാൽ. ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചുണ്ട് എന്തോ മാതിരി ഇരിക്കും, എന്നാലും നല്ല റിസൾട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇത് കുറച്ച് ദിവസത്തേക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ചുണ്ടിന് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടോ എന്ന് അറിയാലോ. പിന്നെ അത് വിഷ് കെയറിൻ്റെ ഒരു അലോവേറ ജെല്ലാട്ടോ. എനിക്ക് മോയ്സ്ചറൈസറായിട്ട് അലോവേറ യൂസ് ചെയ്യാനാണ് ഇഷ്ടം. മുമ്പ് ഞാൻ രാത്രിയുടെ ആട്ടോ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, പക്ഷേ അതിനൊരു ഗ്രീൻ കളറാണ്. അപ്പോൾ അതിൽ എന്തെങ്കിലും കെമിക്കൽസ് ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു വിഷ് കെയറിൻ്റെ നല്ലതാണെന്ന് കേട്ടപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് കേട്ടോ എനിക്ക് ഈ അണ്ടർ ഐ ക്രീം ആട്ടോ. ഞാൻ 1 മന്ത് ആയിട്ടുള്ള യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. കണ്ടിന്യൂസ് യൂസ് ചെയ്താൽ റിസൾട്ട് ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് സാധാരണ ഒരു അണ്ടർ ഐ ക്രീമും അങ്ങനെ യൂസ്ഫുൾ ആവാറില്ല. എങ്ങനെയുണ്ടെന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം കേട്ടോ. ഒരു 2-3 മന്ത്സ് കഴിയട്ടെ. ഈ ഒരു സ്കാൾപ്പ് മസാജർ വിഷ് കെയറിൻ്റെ ആട്ടോ. ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടിയതാണ് പർപ്പിളിൻ്റെ. അപ്പോൾ 3-4 സാധനങ്ങൾ ഓർഡർ ചെയ്തപ്പോൾ അടിപൊളിയാണ്. നമുക്ക് ഓയിലൊക്കെ ചെയ്ത് മുടി കെട്ടിവയ്ക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ അത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ.